ഉത്തുമ സിറാർ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുക. നമ്മളെല്ലാം കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ചരിത്രം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഉഹദ് മലയാണ്. ആ കാണുന്നത് മദീനയുടെ ഒരു എൻഡ് പോയിന്റിലാണ്. അതായത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് നടന്ന ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ എത്തിയാൽ റസൂലുള്ളാഹിന്റെ പള്ളിയിലെത്തും. അപ്പോൾ പഴയ കാലത്ത് ഇറാഖിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നവർ ഏറ്റവും അവസാനം എത്തിപ്പെടുന്ന മദീനയുടെ എൻഡ് പോയിന്റാണ്. അതായത് കഴിഞ്ഞാൽ പിന്നെ മദീന കഴിഞ്ഞു, പിന്നെ ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള യാത്രക്കാരൊക്കെ പോകും. അതേപോലെ അവിടുന്ന് വരുന്നവരൊക്കെ മദീനയിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിന്റും കൂടിയാണിത്. ഈ ഒരു കോട്ടയും ഉമർ റളിയല്ലാഹുവിനും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ രാത്രി കാലങ്ങൾക്ക് മദീനയിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റും ആർക്കെങ്കിലും വല്ല ആവശ്യങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹാനായ അസ്ലം മൗല ഉമർ റളിയല്ലാഹുവിൻ്റെ സഹായകൻ അസ്ലം എന്നവർ പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഞാനും ഉമർ റളിയല്ലാഹുവിനും കൂടി ഇങ്ങനെ മദീനയിലൂടെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ഉത്തുമ സിറാർ എന്ന് പറയുന്ന ഈ ഒരു കോട്ടയുടെ അടുത്തെത്തി. അപ്പോൾ മദീന ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ചെറിയൊരു തീനാളം കണ്ടു. അപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഏതോ ഒരു കച്ചവട സംഘമോ അല്ലെങ്കിൽ ഒരു യാത്രാ സംഘമോ മദീനയിലേക്ക് വരുകയും ഇവിടെ എത്തിയ സമയത്ത് ഇരുട്ടാവുകയും തണുപ്പായപ്പോൾ അവിടെ ഇറങ്ങിയതാണ്, മദീനയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആരോ ആണെന്ന്. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അവരടുത്തേക്ക് ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉമ്മയും കുട്ടികളുമാണ്. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കരയുന്നുണ്ട്. ഉമ്മ എന്തോ ഒരു കരത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാമത്തുള്ള, അതായത് എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഞങ്ങളിങ്ങനെ മദീനയിലേക്ക് വരുമായിരുന്നു, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞങ്ങോട്ട് എത്തിപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്തിനാ കരയുന്നത്? അപ്പോൾ കുട്ടികൾ വിശന്നിട്ട് കരയാണ്. നിങ്ങൾ ഈ പാത്രത്തിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് കൊടുത്തൂടെ? അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഈ പാത്രത്തിലൊന്നുമില്ല, ഞാൻ അവരൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്തു, വിശന്ന് കരഞ്ഞിട്ട് ഉറങ്ങിപ്പോയിക്കോളും, അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു, അറിയാതെ ഒരു ആത്മകഥം പോലെ പറഞ്ഞു, വല്ലാഹി ബൈനനാ വബൈന ഉമർ, അതായത് ഞങ്ങളുടെയും ഉമറിൻ്റെയും അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉമർ റളിയല്ലാഹു നെട്ടാണ്, കാരണം ആ സ്ത്രീക്ക് ഇതാണ് ഉമർ റളിയല്ലാഹു എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, അതായത് ഇതും ഉമർ റളിയല്ലാഹു, അതായത് ഉമറും ഈ സംഭവമായിട്ട് എന്താ ബന്ധം, അവരെങ്ങനെ ഇപ്പോൾ ഇത് അറിയാം? അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമീറുൽ മുഅ്മിനീനായി ഖലീഫായിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊന്നും അറിയാതിരുന്ന് പിന്നെ എന്ത് അമീറാണ് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അവിടുന്ന് എണീക്കാണ്. അസ്ലം എന്നവരെ കൂട്ടിയിട്ട് നേരെ മദീനത്തെ പള്ളിയിലേക്ക്, ഇവിടുന്ന് 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അവിടെ എത്തി നേരെ ബൈത്തുൽ മാലിൽ കയറിയിട്ട് കുറേ ഗോതമ്പും എണ്ണയും മറ്റേ ഷഹമും കാര്യങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം വലിയൊരു പാക്കാക്കി എന്നിട്ട് എന്ത് ചെയ്യുക, ചാക്കിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, അസ്ലമിനോട് പറഞ്ഞു, ഇതെടുത്ത് എൻ്റെ തോളത്തേക്ക് വെച്ച. അസ്ലം എന്നവർ പറഞ്ഞു, ഞാനല്ലേ സഹായി, ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അന്ത്യനാളിൻ്റെ തെറ്റുകളും എൻ്റെ കുറ്റങ്ങളൊക്കെ നീ ഏറ്റെടുക്കുമല്ലോ, അന്ന് എൻ്റെ തലേക്കനെ കയറ്റി എന്ന് പറഞ്ഞിട്ട് ചുമലിലേക്ക് കയറ്റി വെക്കുകയും അങ്ങനെ 8 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു, ആ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു, ആ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് തീയൊക്കെ കത്തിച്ചു. ആ ഉമ്മാനോട് തുടങ്ങിക്കോളി ഭക്ഷണം ഉണ്ടാക്കാൻ. എന്നിട്ട് അസ്ലം എന്നവർ പറയാണ്, നല്ല താടിയുള്ളതായിരുന്നു ഉമർ റളിയല്ലാഹു, താടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പുക പോകുന്നത് കണ്ടു, കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് തീ ഊതുന്നു ഉണ്ടാക്കുന്നു. ഏതായാലും ശരിക്കും പറഞ്ഞാൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഉമ്മാക്ക് കൊടുത്തു. അങ്ങനെ ആ കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ ആ കുട്ടികളും കാര്യങ്ങളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അൻത ഹഖ്ഖു ബി ഔലാ മിൻ അമീർ, അതായത് സത്യത്തിൽ നിങ്ങളെ പോലത്തെ ആളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു അമീറാണ്ട്, അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയുന്നത്, കൂലി ഖൈറ, നല്ല പറഞ്ഞോളി, സാറില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, മദീനയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യുക, ഖലീഫിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഉമർ റളിയല്ലാഹു അവിടുന്ന് എണീറ്റിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ദൂരത്തേക്ക് മാറിക്കുക. അപ്പോൾ അസ്ലം എന്നവർ പറയും, നമ്മൾ പോകണ്ടേ, തിരിച്ചു പോകണം എന്നുള്ള ഒരു ചിന്തയിൽ. അപ്പോൾ നോക്കും ഉമർ റളിയല്ലാഹു പോകുന്നില്ല, ആ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താൽ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, വിശപ്പൊക്കെ മാറി കളി ആരംഭിച്ചു. അപ്പം എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു തിരിച്ച് നടക്കാൻ ആരംഭിച്ചു. അപ്പോൾ അസ്ലം എന്നവർ ചോദിച്ചു, നമുക്ക് പോവല്ലേ, അപ്പോൾ എന്തിനാണ് കുറച്ച് നേരം നിന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം, വിശന്നിട്ട് കരയുന്നത് കണ്ട്, അപ്പോൾ ആ കുട്ടികളെ വിശപ്പൊക്കെ മാറി ചിരിക്കുന്നത് കാണുന്നത് വരെ എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ചരിത്രമാണ്. ആ ഒരു സംഭവം നടക്കുമ്പോൾ അസ്ലം എന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഉത്തുമ സിറാറിൻ്റെ അടുത്തായിരുന്നു. ആ ഉത്തുമ സിറാർ എന്ന് പറയുന്ന മദീനയിലെ ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹറ ഷർഖിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹറത്ത് വാഖിം എന്നൊക്കെ പറയുന്ന ഏരിയയിലാണ്. ഇപ്പോൾ നിലവിൽ ആ ഒരു കോട്ട ഇവിടെ ഇല്ല, അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളും കാര്യങ്ങളും മലിൻ്റെ മുകളിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ മൊത്തം എന്ത് നശിച്ചു പോയിട്ടുണ്ട്.